ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും റയൽ മാഡ്രിഡ് തങ്ങളുടെ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം ക്ലബിനകത്ത് ചില മാറ്റങ്ങൾ നടപ്പിൽ വരുത്താൻ പെരസ് ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം പുതിയ ഒരു പരിശീലകനെ കൊണ്ടുവരും. അതിനുശേഷം ചില താരങ്ങളെ കൂടി കൊണ്ടുവരാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് താരങ്ങളെ ഒഴിവാക്കാനും ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതായാലും കുറച്ച് അപ്ഡേറ്റുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതായത് വരുന്ന സമ്മറിൽ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് റയൽ മാഡ്രിഡ് താരങ്ങളെ കൊണ്ടുവരില്ല. അതായത് സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ട് കിലിയൻ എംബപ്പെ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് എൻട്രിക്ക് ഉണ്ടാകും. എൻട്രിക്കിനെ തിരിച്ചെത്തിക്കാൻ റയൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഗോൺസാലോ ഗാർഷ്യയെ ഒഴിവാക്കാനാണ് ക്ലബ്ബ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മുന്നേറ്റ നിരയിലേക്ക് പുതിയ സൈനിങ്ങുകൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഡിഫൻസ് ശക്തിപ്പെടുത്താനാണ് ടീമിന്റെ തീരുമാനം. അതായത് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒന്നോ അതിലധികമോ താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവന്നേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഡിഫൻസിലെ മറ്റ് പൊസിഷനുകളിലേക്കും താരങ്ങളെ ഇപ്പോൾ റയൽ നോട്ടമിടുന്നുണ്ട്. അങ്ങനെ ഡിഫൻസിലേക്ക് ഒരു 3ഓളം താരങ്ങളെ കൊണ്ടുവരും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ മധ്യനിരയിലേക്ക് ഒരു വേൾഡ് ക്ലാസ് താരത്തെ എത്തിക്കാനും റയലിന് ഇപ്പോൾ പ്ലാനുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡിഫൻസും അതുപോലെ തന്നെ മധ്യനിരയുമാണ് ശക്തിപ്പെടുത്താൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആദ്യം പുതിയ ഒരു പരിശീലകനെ നിയമിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചുകൊണ്ടായിരിക്കും പുതിയ താരങ്ങളെ ക്ലബ്ബ് സൈൻ ചെയ്യുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.